ഒരു യാത്രയാണ്. ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര. അവരുടെ ഓർമ്മകളിലൂടെ, കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ, അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക്. മറക്കാനാവില്ല മലയാള സിനിമയ്ക്ക് മഞ്ഞുലാസിനെ. അനശ്വരങ്ങളായ എത്രയെത്ര സിനിമകൾക്ക് പിന്നിലെ മഹാശക്തിയായിരുന്നു മഞ്ഞുലാസ് എന്ന ഈ വലിയ ബാനർ. സിനിമയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട നാമമാണ് മഞ്ഞുലാസ് എന്ന നിർമ്മാണ കമ്പനി. മഞ്ഞുലാസിന്റെ അമരത്ത് ഈ മനുഷ്യനായിരുന്നു, മഞ്ഞുല ഔസേപ്പ് ജോസഫ് എന്ന എം.ഒ. ജോസഫ്. സിനിമാക്കാരുടെ പ്രിയപ്പെട്ട മുതലാളി. സിനിമയിൽ തൊഴിലാളിയായി ജീവിതം തുടങ്ങി ഒരു വലിയ നിർമ്മാതാവായി വിജയകഥ എഴുതിയ ആൾ. 51 മെയ് 6 മദ്രാസിൽ വന്ന സിനിമാ രംഗത്തേക്ക്. ഇപ്പോഴുള്ള ജനറേഷൻ വോണ്ട് ബിലീവ് വി ഹാവ് പ്രൊഡ്യൂസ്ഡ് എ മലയാളം മൂവി ഫോർ ദ കോസ്റ്റ് ഓഫ് 1 lakh ടോട്ടൽ. ബിലീവ് ഇറ്റ്, 1 lakh ടോട്ടൽ പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 1 lakh. ഇപ്പൊ 1 ലക്ഷം രൂപ ഇന്നിപ്പോ ഒരു ക്യാമറമാന് അതിനേക്കാൾ കൂടുതൽ റെമ്യൂണറേഷൻ ഉണ്ടാവും, ഡയറക്ടറൊക്കെ അതിനേക്കാൾ കൂടുതൽ വാങ്ങിക്കുന്നുണ്ടാവും. എൻ്റെ ഫാദർ ഷെണായി തിയേറ്റേഴ്സിൻ്റെ ജനറൽ മാനേജറായിരുന്നു, റിട്ടയർഡ് ജനറൽ മാനേജർ ഓഫ് ഷെണായി തിയേറ്റേഴ്സ്. ഏർലിയർ ഹി വാസ് ജോസ് തിയേറ്റർ തൃശ്ശൂർ മാനേജർ. കാശ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശക്തിയുള്ള ഒരു കുടുംബമായിരുന്നില്ല എൻ്റെ. അതാണല്ലോ ഞാൻ ജോലിക്ക് പോയത്. ജോലി സ്ഥലത്തുനിന്ന് ഞാൻ ജോലി രാജിവെച്ച് സ്വന്തമായിട്ട് ഒരു പാർട്ട്ണറെ ചേർത്ത് പടം തുടങ്ങിയതാണ്. അതാണ് നാടൻ മണ്ണും തോക്കുകൾ കഥ പറയുന്നത്. ആ പടത്തിൽ കൂടെയാണ് രംഗത്ത് വന്നത്. ഈ 2 പടം കഴിഞ്ഞപ്പോൾ ഈ ബാൽത്തസാർ എന്ന് പറഞ്ഞ കൊല്ലത്തുകാരനായിട്ട് ഞങ്ങൾ മനസ്സുകൊണ്ടൊന്ന് സ്വല്പം പിണങ്ങി കഴിഞ്ഞപ്പോൾ 3ാമത്തെ പടം എടുക്കാനായിട്ട് ഉള്ള അഭിപ്രായ വ്യത്യാസം വന്നു. ഞാൻ ഈ തോക്കുകൾ കഥ പറയുന്നത് റിലീസായപ്പോൾ 2 സബ്ജക്റ്റ് വിലയ്ക്ക് വാങ്ങിച്ചതാണ്. അതിലൊന്ന് യക്ഷി, ഒന്ന് മറ്റേ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവലും. ഈ 2 നോവലും സിനിമ എടുക്കാൻ വേണ്ടി ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചു, അഡ്വാൻസും കൊടുത്തു. അത് മദ്രാസിലേക്ക് വന്നു. മദ്രാസിലേക്ക് വന്നിട്ട് ഞാൻ യക്ഷി എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ പാർട്ട്ണർ ബാൽത്തസാർ കൊല്ലങ്കാരൻ പറഞ്ഞു, യക്ഷി നമുക്ക് പിന്നെ എടുക്കാം, മറ്റേ മുട്ടത്ത് വർക്കിയുടെ കഥ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. സിനിമ എടുക്കുന്ന കാര്യത്തിൽ ഇടപെടാനിരുന്നു, ഫിനാൻസിങ് പാർട്ട്ണറായിട്ട് ഇരുന്നാൽ മതി എന്നോ. അയാൾ ഫിനാൻസ് ആവശ്യമുണ്ടെങ്കിൽ തരിക, അത് തിരിച്ചു മേടിക്കുക. അപ്പം അങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്ന അഭിപ്രായ വ്യത്യാസം മൂത്തു ഞങ്ങൾ പിരിയുന്ന ലക്ഷണമായി. ആ പിരിയുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് പിരിയാം, വഴക്കും വയ്യാവരും വേണ്ട. അപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട കഥ മറ്റതാണല്ലോ, മുട്ടത്ത് വർക്കിയാണല്ലോ, അത് താഴെടുത്തോ. എനിക്ക് ഇഷ്ടപ്പെട്ട കഥ മലയാറ്റൂർ രാമകൃഷ്ണൻ, അത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ അത് ഞാനെടുത്തു, മറ്റത് അയാൾക്കും കൊടുത്തു. ഭേദപ്പെട്ട സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബത്തിലായിരുന്നു എം.ഒ. ജോസഫിന്റെ ജനനം. ജീവിക്കാനൊരു തൊഴിൽ എന്നതിനുമപ്പുറം സിനിമയിലെത്തുമ്പോൾ വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ ജോസഫിന് തുറന്നുകൊടുത്തതും ജോസഫ് സിനിമയ്ക്ക് തുറന്നുകൊടുത്തതും വലിയൊരു ലോകമായിരുന്നു. സിനിമയിൽ എം.ഒ. ജോസഫ് ഒരു വസന്തകാലമായിരുന്നു. ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾക്കപ്പുറം കലാമൂല്യമുള്ള സിനിമകൾക്ക് വേണ്ടി നിലയുറപ്പിച്ച സാഹിത്യ അഭിരുചിയുള്ള അപൂർവം നിർമ്മാതാക്കളിൽ ഒരാൾ. അതായിരുന്നു എം.ഒ. ജോസഫ്. ഇൻവെസ്റ്റ്മെന്റ് എന്നെ ഹെൽപ്പ് ചെയ്ത, എന്നോട് കോഓപ്പറേറ്റ് ചെയ്ത ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസാണ്. അവർ കോഓപ്പറേറ്റ് ചെയ്ത കാരണം ആർട്ടിസ്റ്റിനൊക്കെ നമ്മൾ കൊടുക്കുന്ന കാശ് എപ്പോൾ കൊടുത്താലും അത് വാങ്ങിച്ച് അവർ അഭിനയിച്ചു. ടെക്നീഷ്യൻസ് നമ്മൾ എപ്പോൾ കൊടുത്താലും അത് വാങ്ങിച്ച് അഭിനയിച്ചു, എന്ത് കൊടുത്താലും അവർ വാങ്ങിച്ച് അഭിനയിക്കും. അന്നൊന്നും ആരും ഇൻസിസ്റ്റ് ചെയ്തിരുന്നില്ല. എൻ്റെ ആദ്യത്തെ ഡയറക്ടർ സേതുമാധവനായിരുന്നു. സേതുമാധവനൊന്നും ഇന്നുവരെ ഈ പണം എന്ന് പറയുന്ന സാധനം ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ മെല്ലി ഇറാനി ക്യാമറമാൻ,
അവരൊന്നും നമ്മൾ കൊടുക്കുന്ന കാശ് വാങ്ങിക്കാതെ, പക്ഷെ എന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ അഭിനയിക്കുക, ചുമ്മാ ക്യാമറ വർക്ക് ചെയ്യാൻ പറയുകയല്ല. നമ്മൾ അന്തസ്സായിട്ട് കൊടുക്കാവുന്ന നമ്മൾ കൊടുക്കും. പക്ഷെ അവർ ഇൻസിസ്റ്റ് ചെയ്യില്ല ഒന്നിനും. അതൊക്കെ ആ കാലത്ത് ഈ ഒരു ബോസിനോടുള്ള ബഹുമാനം കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഉള്ള ബഹുമാനമാണ് ശരിക്കുള്ള ബഹുമാനം. ഇന്നതൊന്നും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പടം പൊട്ടിയാൽ ആ പൊട്ടിയതിൻ്റെ വേദന പ്രൊഡ്യൂസർക്ക് മാത്രമല്ല, ഇന്ന് മിക്കവാറും പ്രൊഡ്യൂസർക്ക് മാത്രമേ വേദന ഉണ്ടാവുള്ളൂ. അന്ന് അങ്ങനെയല്ല. ആ പ്രൊഡ്യൂസറുടെ വേദനയോടുകൂടി ആർട്ടിസ്റ്റും എല്ലാ ടെക്നീഷ്യൻസും ഒക്കെ വേദനിക്കും. ആ സഹകരണ ബുദ്ധിയും ബോധവും ഒക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ. മഞ്ഞിലാസിന്റെ ബാനറിൽ 30-ലധികം സിനിമകൾ എം.ഒ. ജോസഫ് നിർമ്മിച്ചു. സിനിമയുടെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ മായം കലർത്താൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിത്വമായിരുന്നു എം.ഒ. ജോസഫിന്റേത്. ഇഷ്ടപ്പെട്ട കഥയ്ക്ക് പക്ഷം ചേർന്ന് നിൽക്കാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. കഥാമൂല്യമുള്ള സിനിമകൾക്കു വേണ്ടി